ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഭാഗങ്ങൾ, ക്ലൈമാക്സ് ഭാഗങ്ങളിലേക്കാണ് സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. റെജിയും അതുപോലെ തന്നെ വല്യമാമയും കൂടി വരുമ്പോഴേക്കും കനി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഹോ, അവരുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാലോ അവരെക്കാളും നല്ല അച്ഛനമ്മ വേറെ ഇല്ലെന്ന് തോന്നും. ആ രീതിയിലായിരുന്നു രണ്ടുപേരുടെയും സംസാരം. രണ്ടുപേർക്ക് നല്ല മറുപടി ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് പറയണം. ഇത് കേൾക്കണ സരസ്വതി പറയുന്നുണ്ട്, എനിക്ക് തോന്നണേ ഇനി അവരെന്തായാലും മുടക്കൊന്നും പറയില്ലായിരിക്കും. കനിയുടെയും ജോണിന്റെ വിവാഹത്തിന് മുടക്കൊന്നും പറയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ ടീച്ചർ പറയുന്നുണ്ട് കേട്ടോ. അധികം കനി പറയണ്ട്, എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. അവരവരുടെ ആദർശവും പിടിച്ചോണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് എന്തായാലും അവരില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് രണ്ടമ്മമാരും രണ്ടച്ഛന്മാരും ഉണ്ടെന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതാരാ കനി രണ്ടമ്മമാരും രണ്ടച്ഛന്മാരും? അതാരാണെന്ന് എന്റെ ഇളയമ്മക്ക് അറിയില്ലേ? പിന്നെ എൻ്റെ ഒരു അച്ഛൻ ഇപ്പൊ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണൻ സാറിനെ നോക്കാട്ടോ. അപ്പൊ തന്നെ കൃഷ്ണദേവൻ സാർ പറയുന്നുണ്ട്, സരസ്വതി എൻ്റെ ഒരു ഭാഗ്യം നോക്കണേ, കല്യാണം കഴിക്കാതെ തന്നെ എനിക്ക് 2 കുട്ടികളായി. ഒന്ന് എൻ്റെ വീണമോളും ഒന്നെൻ്റെ കനിമോളും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചേർത്ത് പിടിക്കുകയാണ്. അപ്പൊ കനി പറയുന്നുണ്ട്, സർ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ കനി? അല്ല, വിവാഹത്തിന് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സാറ് തന്നെ എന്റെയും അതുപോലെ തന്നെ ജോണേട്ടന്റെ കൈ ചേർത്ത് വെക്കണം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സാറ് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്റെ ഭാഗ്യമായിട്ടാ കനി ഞാൻ കാണുന്നത്. കാരണം ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഇനി അങ്ങനത്തെ ഒരു സൗഭാഗ്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് ജോണിന്റെ കൈകളിലേക്ക് നിന്റെ കൈ ഏൽപ്പിക്കാണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കനി എന്നൊക്കെ പറയണം. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ വീണൊക്കെ ചെറിയ വിഷമമൊക്കെ ആവുന്നു കേട്ടോ. മനസ്സിലെവിടെയൊക്കെ കൊള്ളുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ വീണ അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ടീച്ചർ പറയുന്നുണ്ട്, നമുക്ക് ഒന്ന് സുജിയുടെ വീട് വരെ പോകണം. ആ കുട്ടിയുടെ വീട്ടിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് കനിയും വീണയും അതുപോലെ തന്നെ ടീച്ചറും കൂടി ചേർന്ന് നമ്മുടെ സുജിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അവിടെ പോകുമ്പോഴേക്കും അവിടെ നമ്മുടെ സുജിയുടെ അനിയത്തി ഉണ്ടല്ലോ, സുഖമില്ലാത്ത അനിയത്തി ഇവരെ കാണുമ്പോൾ അത് പേടി പോലെ കാണിക്കാണ്. അപ്പൊ ടീച്ചർ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സരസ്വതി അവിടെ എത്തി കേട്ടോ. അപ്പൊ സരസ്വതി ആ പലഹാരം നീട്ടുമ്പോൾ നമ്മുടെ സുജിയുടെ അനിയത്തി വാങ്ങിക്കുന്നില്ല. സുജി പറയുന്നുണ്ട്, വാങ്ങിക്കുമോളെ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ പേടി കാണിക്കുകയാണ്. പക്ഷെ ടീച്ചർ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പലഹാരം ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും ആദ്യമായിട്ട് അത് കഴിക്കുക കേട്ടോ നമ്മുടെ സുജിയുടെ അനിയത്തി. അതിനുശേഷം സുജിയുടെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ടീച്ചർ, സുജി നിന്റെ റെജിയുടെ വിവാഹം കഴിയുമ്പോൾ നിനക്ക് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവില്ല, ഹണിമൂണ് അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെ പോകുമ്പോഴേ അനിയത്തിനെ ധൈര്യമായിട്ട് എന്റെ മാധവത്തിലേക്ക് വിട്ടു കേട്ടോ. പിന്നെ അച്ഛനും അവിടെ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം. ആ സമയത്ത് സുജി പറയുന്നുണ്ട്, എന്റെ ഭാഗ്യമാണ് രജി ചേട്ടനെ പോലത്തെ ഒരാളെ ഭർത്താവായി കിട്ടാൻ പോണതും പിന്നെ നിങ്ങളെ പോലത്തെ കുറെ ബന്ധുക്കളെ കിട്ടുന്നതും എന്ന് പറയണം. അപ്പൊ അച്ഛനും പറയുന്നുണ്ട്, അതെ ഞാനും അതൊരു ഭാഗ്യമായിട്ട് തന്നെയാ കാണുന്നത്. എൻ്റെ മോളുടെയും ഞങ്ങളുടെയും ഭാഗ്യമാണ് നിങ്ങളെ പോലത്തെ ബന്ധുക്കളെ കിട്ടുന്നത് എന്നൊക്കെ പറയണം. അവർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അതിനുശേഷം നമ്മുടെ മേരി ടീച്ചറുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി പോവാണ് കനിയുടെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജാതിയിൽ വല്ല ചെക്കന്മാരൊന്നും കിട്ടിയില്ലേ? എൻ്റെ മോളെ മാത്രം കിട്ടിയുള്ളൂ. ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല എൻ്റെ മോളെ നിങ്ങളുടെ പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിട്ട്. ഒന്നത്തെ കാര്യം രണ്ടും 2 ജാതിയാണ്, ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വല്ലാതെ ദേഷ്യപ്പെട്ടൊക്കെ പോവാട്ടോ. ആ സമയം തന്നെ മേരി ടീച്ചർ ഈ കാര്യം നമ്മുടെ സരസ്വതിനെ വിളിച്ച് പറയുന്നുണ്ട്. സരസ്വതിക്ക് അത് കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരും കേട്ടോ. സരസ്വതി കണ്ടോ, ഓഹോ അവർക്ക് അത്രയ്ക്ക് ധൈര്യമായല്ലേ, അവിടെ കയറി വന്ന് വരെ വെല്ലുവിളിച്ചല്ലേ, ശരി ഇതിനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറയണം. ശേഷം കനിയെടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ജോണിന്റെ വീട്ടിൽ സരസ്വതി പറയുന്നുണ്ട്, ജോണിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ അച്ഛനും അമ്മയും പ്രശ്നം ഉണ്ടാക്കി ജോണിനെയും അതുപോലെ തന്നെ മേരീനെയും വല്ലാത്ത രീതിയിൽ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറയണം. ഇത് കേൾക്കുമ്പോൾ കനിക്ക് ദേഷ്യം വരട്ടെ. കനി അപ്പൊ തന്നെ അച്ഛനും അമ്മേനെ വിളിച്ച് പറയേണ്ടതേ, നിങ്ങൾ ഈ മര്യാദക്ക് ഇരുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും നാൾ എന്നെ നോക്കാത്ത അച്ഛനും അമ്മയും എന്നെ മാനസികമായും ശാരീരികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണെന്ന് പറയുമ്പോൾ കനിയുടെ അച്ഛനമ്മയും അതിൽ പേടിക്കും കേട്ടോ. കാരണം അവർക്കിനി പുറത്ത് കംപ്ലൈന്റ് അങ്ങനെ കൊടുത്താൽ പോലീസ് കേസൊക്കെ അവർക്ക് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവർ അടങ്ങും. എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.